ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്ത് കുറഞ്ഞെന്നാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് BJPയുടെ സീറ്റിൽ വന്ന കുറവാണ്. കാരണം ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ കേവല ഭൂരിപക്ഷമുള്ളൂ. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ സംഖ്യ 302-ൽ നിന്ന് 240 കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മിനിമം വേണ്ട 272-ന് 32 സീറ്റ് BJPക്ക് കുറവാണ് എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് പോലത്തെ സംസ്ഥാനത്ത് BJPക്ക് 10-35ഓളം സീറ്റ് പ്രതീക്ഷിച്ചതിൽ നിന്ന് 10-35ഓളം സീറ്റ് BJPക്ക് കുറഞ്ഞു. രാജസ്ഥാനിൽ കുറഞ്ഞു, ഹരിയാനയിൽ കുറഞ്ഞു, മഹാരാഷ്ട്രയിൽ കുറഞ്ഞു, പശ്ചിമ ബംഗാളിൽ കുറഞ്ഞു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പടിഞ്ഞാറൻ മേഖലയിലും വടക്കേ ഇന്ത്യയിലും സീറ്റ് കുറയുന്ന സമയത്ത് തന്നെ അതിനാനുപാതികമായ അല്ലെങ്കിലും BJPക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കിഴക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സീറ്റുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറീസയിൽ BJP ഭരണം പിടിച്ചു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ BJPക്ക് സഖ്യകക്ഷിയായ TDPയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ TDPയുടെ സഹായത്തോടെ BJPക്ക് അവിടെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ കൂടുതൽ ലോക്സഭാ സീറ്റ് നേടിയെടുക്കാൻ പറ്റി. തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടി. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി. 3ഓളം സീറ്റുകളിൽ BJP വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. അതേപോലെ തന്നെ കർണാടകത്തിൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ പോലും 28 സീറ്റിൽ 19 സീറ്റ് BJP സഖ്യത്തിന് നേടാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് BJPയുടെ വ്യാപനം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തെലങ്കാനയാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റാണുണ്ടെങ്കിൽ BJPക്ക് തവണ 8 സീറ്റാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. 17 സീറ്റിൽ 8 സീറ്റ് BJP കിട്ടി. 8 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് AIMIMനുമാണ് കിട്ടിയത്. മജ്ലിസ്, അതായത് OICയുടെ പാർട്ടിക്കാണ് ഹൈദരാബാദിലെ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് തെലങ്കാന BJPക്ക് അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് വരികയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിനെ നമുക്ക് BJPയുടെ വളർച്ചയെ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ടു മുമ്പ് നടന്ന സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതേപോലെ തന്നെ രാജസ്ഥാനിലൊക്കെ BJP വിജയിച്ച സമയത്ത് തെലങ്കാനയിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് BJPക്ക് കേവലം 8 സീറ്റ് മാത്രമാണ് ഈ അസംബ്ലിയിൽ കിട്ടിയിരുന്നത്. അതായത് തെലങ്കാന അസംബ്ലിയിൽ BJP കിട്ടിയിരുന്നത് 8 സീറ്റ് മാത്രമാണ്. ആകെ കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനം 13.9% വോട്ട് മാത്രമാണ് BJP കിട്ടിയത്. അന്ന് സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുത്ത കോൺഗ്രസിന് 64 സീറ്റ് കിട്ടി, 39.4% വോട്ട് കിട്ടി. 10 വർഷമായിട്ട് അവിടെ ഭരിച്ചിരുന്ന BRSന് 39% വോട്ടാണ്, 39 സീറ്റാണ് കിട്ടിയത്, 37.5% വോട്ടും. അതേപോലെ തന്നെ AIMന് 7 സീറ്റ് കിട്ടി, അവർക്ക് 2.2% വോട്ടും കിട്ടി. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തെലങ്കാനയിലെ സ്ഥിതി. അവിടുന്ന് ബഹുദൂരമാണ് BJP മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. BJP നേട്ടത്തിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഏതാണ്ട് വടക്കൻ തെലങ്കാന പൂർണ്ണമായിട്ട് BJPയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ തെലങ്കാന എന്ന് പറയുന്ന സമയത്ത് ആദിലാബാദ്, നിസാമാബാദ്, കരീംനഗർ, മേദക്, മെഹബൂബ് നഗർ തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ വരുന്ന ഈ പ്രദേശത്ത് BJP ഏതാണ്ട് പൂർണ്ണമായ സ്വാധീനം നേടിക്കഴിഞ്ഞു. പക്ഷേ BJPക്ക് സൗത്ത് തെലങ്കാനയിൽ വേണ്ടത്ര സ്വാധീനമില്ല. അവിടെ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ BJP നേടിയ മറ്റൊരു വിജയം എന്ന് പറയുന്നത് തെലങ്കാന എന്ന് പറയുന്ന ഒരു ഫ്രീബി രാഷ്ട്രീയത്തിന്റെ സ്ഥലമാണ്. അവിടെ ഒരു ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി BJPക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ BJPയുടെ മറ്റൊരു ന്യൂനതയായിട്ട് എടുത്തു പറയാൻ കഴിയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇടയിലുള്ള സീറ്റുകളിൽ 4 സീറ്റിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. പട്ടികജാതി പട്ടികവർഗക്കാരിടയിൽ, അതായത് ജനസാമാന്യ നിലയിൽ OBCകൾക്കിടയിലൊക്കെ BJPക്ക് ശക്തമായ വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിൽ BJPക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിലേക്ക് BJP ശരിക്ക് വീണ്ടും വിരൽ ചൂണ്ടയിട്ടിരിക്കുന്നു. വളരെ കാര്യമായ എഫർട്ട് ആ ഭാഗത്ത് BJP എടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സൗത്ത് തെലങ്കാനയിലെ ഖമ്മം, വാറങ്കൽ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് BJPയുടെ വോട്ടിങ്ങിൽ വളരെ പിറകിലാണ് BJP നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിനാണ് സ്വാധീനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സ്വാധീനം മറികടക്കണമെങ്കിൽ കാര്യമായ എഫർട്ട് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും BJP കടന്നു കയറാൻ കഴിയണം. ഇതാണ് തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനുള്ള കാര്യം. കാരണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗംഭീരമായ വിജയമാണ് BJP നേടിയത്. അതിൻ്റെ ഒരു പ്രമുഖ നേതാക്കന്മാരുടെ ഒരു നിരയൊക്കെ BJPക്ക് മുന്നിട്ട് ഇറക്കാൻ പറ്റി. ബണ്ടി സഞ്ജയ് കുമാർ ആണെങ്കിലും, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി ആണെങ്കിലും, അതുപോലെയുള്ള മികച്ച നേതാക്കന്മാർ, എട്ടേല രാജേന്ദ്രൻ, അതേപോലെ തന്നെ അരവിന്ദ് ധർമ്മപുരി,
രഘുനാഥ റാവു, അങ്ങനെ നല്ലൊരു നേതൃനിരയാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ പല പടലപ്പിണക്കങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ബി ജെ പിക്ക് നിയമസഭ വേണമെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അത് ബി ജെ പിയുടെ ഒരു പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ. കാരണം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. അപ്പം പിന്നെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അത് തെലങ്കാനയിലും അതേപോലെ തന്നെ ആന്ധ്രയിലും, ഈ 2 സംസ്ഥാനങ്ങളിലെയും ഭരണകക്ഷിയുടെ ഒരു ധാർമ്മികമായ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യസഭയിലൊക്കെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനൊക്കെ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ ആന്ധ്രാപ്രദേശിലെ YS രാജശേഖരുടെ പാർട്ടിയിൽ നിന്നും, അതേപോലെ തന്നെ ഒറീസയിൽ BJDയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ TRSനെ അതിശക്തമായിട്ട് എതിർക്കാൻ ബി ജെ പി തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ന്യൂനത. TRSലെ നേതാവ് ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത അഴിമതി കേസിൽ പ്രതിയാണ്. കവിതയ്ക്കെതിരെയാണ് ഡൽഹി മദ്യ കുംഭകോണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി കവിതയാണ്. പക്ഷെ കവിതയെ അറസ്റ്റ് ചെയ്യുന്നത് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിനു മുമ്പേ അറസ്റ്റ് ചെയ്ത് ബി ജെ പി ശക്തമായൊരു പോരാട്ടം TRSനെതിരെ നേരത്തെ കാഴ്ചവെച്ചിരുന്നെങ്കിൽ, കാരണം പലപ്പോഴും TRSനെ എതിർക്കാൻ ബി ജെ പി ശക്തമായി വന്നില്ല എന്നുള്ളൊരു തെറ്റായ ഒരു ധാരണ, തെറ്റോ ശരിയോ ആയൊരു ധാരണ അവിടുത്തെ സാമാന്യ ജനങ്ങൾക്കുണ്ടായി. കാരണം ഭരണകൂടത്തിനെതിരെ 10 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ളൊരു വളരെ ശക്തമായൊരു വികാരം, കാരണം ഏറ്റവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഭരണമായിരുന്നു TRSൻ്റെത്. അപ്പോൾ ആ TRSൻ്റെ അല്ലെങ്കിൽ BRSൻ്റെത് അവരുടെ ഭരണത്തിനെതിരായ ഒരു ശക്തമായ വികാരം ഉണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയധികം സീറ്റുകൾ നേടാൻ തെലങ്കാനയിൽ നിന്ന് കഴിഞ്ഞത്. പക്ഷേ ബി ജെ പിക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തൊട്ടപ്പുറത്തുള്ള ആന്ധ്രാപ്രദേശിൽ ഏതാണ് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നത്. കാരണം 2014 തെലങ്കാന രൂപീകരണം ഔദ്യോഗികമായിട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ തെലങ്കാന രൂപീകരണത്തെ എതിർത്തിട്ടാണ് പിന്നെ YS രാജശേഖർ റെഡ്ഡിയുടെ പാർട്ടി, അദ്ദേഹം പ്രത്യേകം പാർട്ടി ഉണ്ടാക്കി പോയത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ നാടായ ബാക്കിയുള്ള ആന്ധ്രാപ്രദേശിൽ ഈ പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇപ്പോഴും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് അവശേഷിച്ചിരിക്കുന്നത് തെലങ്കാനയിൽ മാത്രമായിരുന്നു. BJP ആണെങ്കിലും അന്ന് നേരത്തെ തന്നെ തെലങ്കാന പ്രത്യേക സംസ്ഥാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ BJPക്ക് വേണ്ട രീതിയിൽ പിന്തുണ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരാൻ കഴിയാതിരുന്നത്. പക്ഷേ ഇന്ന് അത് അവർ മാറ്റിയിരിക്കുന്നു. കാരണം അവർക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 35.8% വോട്ടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13% മാത്രം വോട്ട് കിട്ടിയ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35.8% സീറ്റ് നേടിയിരിക്കുന്നത്. 8 ലോക്സഭാ സീറ്റ് നേടിയ പാർട്ടി 8 നിയമസഭാ സീറ്റ് നേടിയ പാർട്ടി 8 ലോക്സഭാ സീറ്റ് കൂടി നേടുന്നു. അതേസമയത്ത് കോൺഗ്രസിന് അവരുടെ പോളിംഗ് പെർസെൻറ്റേജ് നിലനിർത്താൻ പറ്റി. AIMനും ചെറിയ തോതിൽ വർധനമുണ്ടായി. BRSനാണ് ഏറ്റവും വലിയ ക്ഷീണമുണ്ടായത്. BRSനുണ്ടായ ക്ഷീണം 37.5%-ന് BRS 16.68%-ആയിട്ട് കുറയാണ് BRS ചെയ്തത്. അപ്പം BRSന്റെ ചാരത്തിൽ നിന്ന് വളർന്നു വരാൻ BJPക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പം ഒരേ സമയത്ത് തന്നെ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കുകയും യോജിച്ച ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുകയും അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും പട്ടികജാതി വർഗ്ഗക്കാർ പോലുള്ള പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കൂടുതൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ അർബൻ കേന്ദ്രങ്ങൾ, നഗര കേന്ദ്രങ്ങൾ ശക്തമായ BJP കുറച്ചുകൂടി ഗ്രാമങ്ങളിൽ കാര്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തെലങ്കാന BJPക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം തെലങ്കാന അത്രയും BJPയുടെ ഒരു കരുത്തുറ്റ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും തങ്ങളുടെ ഒരു വ്യാപനം വർദ്ധിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും മാത്രമല്ല കിഴക്കേ ഇന്ത്യയിലും അതേപോലെ തന്നെ തെക്കേ ഇന്ത്യയിലും BJP വർധനവിന് ശ്രമിക്കുന്നു. അപ്പോൾ മറ്റെല്ലാ സ്ഥലത്തും നല്ല അനുകൂലമായ പ്രതികരണം ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും നല്ല പ്രതികരണം ഉണ്ടാകുന്നത് തെലങ്കാനയിൽ നിന്നാണ്. അപ്പോൾ തെലങ്കാനയിൽ BJPക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും തെലങ്കാന BJPയുടെ പിടിയിൽ വന്നിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.